കൂട്ടുവിചിന്തനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇന്നിവിടെ വിചിന്തനം ചെയ്യാൻ പോകുന്ന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള സുവിശേഷ ഭാഗമാണ്. സുവിശേഷ പ്രഘോഷണത്തിനായി ശിഷ്യന്മാരെ അയക്കുന്ന ക്രിസ്തുവിനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ സുവിശേഷ ഭാഗത്തിന്റെ തുടർഭാഗമാണ് ഈ ഭാഗം. ഈ സുവിശേഷ ഭാഗത്തിൽ യേശു തന്റെ സർവ്വ അധികാരവും തന്റെ 12 ശിഷ്യന്മാർക്കും കൊടുക്കുകയാണ്. അതായത് സുവിശേഷം പ്രഘോഷിക്കാനുള്ളതും അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ളതുമായ സർവ്വാധികാരം തന്റെ 12 ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവരെ ഈ 2 പേരായിട്ട് ലോകം മുഴുവനിലേക്കും അയക്കുകയാണ്. ഇവിടെ യേശുവിന്റെ അധികാരം യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് യഹൂദ നിയമ പാരമ്പര്യം അനുസരിച്ച് ശാലിയ എന്നൊരു വാക്കുകൊണ്ട് നമുക്കിത് പറയാൻ സാധിക്കും. അതായത് ആ വാക്കിനർത്ഥം ഒരു അധികാരം, അതായത് ഒരാളുടെ അധികാരം മറ്റൊരാളിലേക്ക് അയാൾ കൈമാറുന്നു. അപ്പോൾ അയാൾ ഒരു ഏജൻ്റായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദൂതനായിട്ട് മാറിയേക്കാം. ഇല്ലെങ്കിൽ അതേ ആളെ തന്നെ അയാളുടെ കഴിവും അയാളുടെ സിദ്ധികളും വെച്ചുകൊണ്ട് അയാളുടെ അതേ ക്യാപ്പബിലിറ്റീസ് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളായിട്ട് അയാൾ അവിടെ മാറുകയാണ്. അയാൾ ഈ ലോകത്തിന് എന്താണോ അയാൾ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം അത് ചെയ്യുകയാണ്. ഇവിടെ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികളും അതുപോലെ ക്രിസ്തുവിൻ്റെ രോഗസൗഖ്യ കഴിവുകളും ക്രിസ്തുവിൻ്റെ സിദ്ധികളും ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളും എല്ലാം നൽകിക്കൊണ്ട് ലോകമെമ്പാടും സുവിശേഷം അറിയിക്കാനായിട്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. നമുക്ക് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഇതുപോലുള്ള ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. അതായത് ക്രിസ്തു ആരെയാണോ അയച്ചത് അയാളെ സ്വീകരിക്കുന്ന ആൾ ആ ക്രിസ്തുവിനെ തന്നെയാണ് അവിടെ സ്വീകരിക്കുന്നത്. അതിന് ഒരു മാറ്റവുമില്ല. അവിടെ ക്രിസ്തുവാണ് നമുക്ക് മുൻപിൽ വരുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ജനം സ്നാപയോഹന്നാനെ മിശിഹായിട്ട് ആദ്യം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ യേശുവിനെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരാളായിട്ടും ഒരു പ്രവാചകനായിട്ടുമാണ് ആദ്യം ജനങ്ങൾ കാണുന്നത്. എന്നാൽ സ്വർഗരാജ്യം എന്താണെന്നും ദൈവം എന്താണെന്നും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് ദൈവം ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിനായി അയക്കുന്നത്. നാം ക്രിസ്ത്യാനികളാണല്ലേ, അതായത് ക്രിസ്തുവിൻ്റെ ജീവിത രീതി ഫോളോ ചെയ്യേണ്ട ആൾക്കാർ, അത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. പക്ഷേ നമ്മൾ നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം: നാം പലപ്പോഴും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ടോന്ന്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആ ഒരു ടീച്ചിങ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വേ ഓഫ് ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ആ ആലോചനയ്ക്ക് കിട്ടുന്ന ഉത്തരം ഇല്ല എന്ന് തന്നെ ആയിരിക്കും. കാരണം മുന്നത്തെ ഭാഗത്ത് നാം പറഞ്ഞതുപോലെ തന്നെ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാനോ അല്ലെങ്കിൽ സഹനങ്ങൾ നാം സ്വീകരിക്കാനോ ഒന്നും നാം തയ്യാറാകുന്നില്ല. നമുക്ക് എവിടെയാണോ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് തോന്നുന്നു അവിടെ നിന്ന് പയ്യെ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു രീതി നാം മാറ്റിയെടുക്കേണ്ടതുണ്ട്. അത് മറ്റുള്ളവരിലല്ല മാറ്റിയെടുക്കേണ്ടത്, നമ്മളിൽ തന്നെ, നമ്മുടെ ക്യാരക്ടറിൽ തന്നെ മാറ്റണം. നമ്മളുടെ കുറവുകൾ എന്താണ്, നമ്മളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് നാം തന്നെ മനസ്സിലാക്കി നമ്മൾ അതിനെ നിറവായിട്ട് മാറ്റുമ്പോഴായിരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യരായിട്ട് മാറാൻ പറ്റുന്നത്. അതിനർത്ഥം അപ്പോസ്തല പ്രവർത്തനം അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ആ ഒരു അത് ഒരിക്കലും ഒരു ജോലിയല്ല, അതൊരിക്കലും ഒരു ജോബല്ല. പകരം അത് ദൈവത്തിൻ്റെ തന്നെ സുവിശേഷം അല്ലെങ്കിൽ ദൈവരാജ്യം പ്രസംഗിക്കാനുള്ള ഒരു കൃപാവരം തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജീവിത രീതി നമ്മളിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തു ശിഷ്യരായിട്ട് വളരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും.